നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. IPL-ൽ മറുനാടൻ മലയാളി കരുൺ നായർക്ക് വൻതുക ലഭിച്ചതിന് പിന്നാലെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് ലേലത്തിൽ പൊന്നുവില ലഭിച്ചു. 8 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പ്രിയ താരത്തെ ടീമിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു. 1 കോടി രൂപയായിരുന്നു സഞ്ജുവിന്റെ അടിസ്ഥാന വില. എന്നാൽ ടീം ഇന്ത്യയുടെ ഭാവി വിക്കറ്റ് കീപ്പറിനു വേണ്ടി ലേലത്തിൽ പിടിവലിയാണ് നടന്നത്. മുംബൈയും രാജസ്ഥാനും തമ്മിലായിരുന്നു പ്രധാന മത്സരം. ഒടുവിൽ വിലക്ക് കഴിഞ്ഞ് IPL-ൽ തിരിച്ചെത്തിയ രാജസ്ഥാൻ മലയാളി താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ്. IPL-ൽ ഇതുവരെ 3 ടീമുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും സഞ്ജുവിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ്. 2012-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കൂടെയാണ് താരം IPL-ൽ എത്തിയത്. പക്ഷേ ഒരു മത്സരം പോലും കൊൽക്കത്തയ്ക്കായി കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല. 2013-ലെ IPL-ൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയതോടെയാണ് സഞ്ജുവിന്റെ പ്രതിഭയെ ലോകം തിരിച്ചറിഞ്ഞത്. ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ പരിശീലന മികവിൽ സഞ്ജു രാജസ്ഥാന്റെ തുറുപ്പ് ചീട്ടായി മാറി. തട്ടുപൊളിപ്പൻ ബാറ്റിങ്ങിനൊപ്പം വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു കസറുക തന്നെ ചെയ്തു. ഇതോടെ തൊട്ടടുത്ത സീസണിലും രാജസ്ഥാൻ സഞ്ജുവിനെ നിലനിർത്തി. 2014-ലും സഞ്ജു നിരാശപ്പെടുത്തിയില്ല. 3-ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ രാജസ്ഥാൻ ടീമിന്റെ നട്ടെല്ലായി മാറി. രാജസ്ഥാനെ IPL-ൽ നിന്ന് വിലക്കിയപ്പോൾ സഞ്ജുവിന് പുതിയ തട്ടകം തേടേണ്ടി വന്നു. രാജസ്ഥാന്റെ മുൻ കോച്ചായ രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡൽഹി ഡെയർഡെവിൾസ് ആണ് താരത്തെ സ്വന്തമാക്കിയത്. അന്ന് ഡൽഹിയുടെ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു ദ്രാവിഡ്. കഴിഞ്ഞ സീസണിൽ 1 സെഞ്ചുറി അടക്കം 356 റൺസാണ് സഞ്ജു നേടിയത്. 2 അർദ്ധ സെഞ്ചുറികളും താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ഇതുവരെ IPL-ൽ 66 മത്സരങ്ങളിൽ കളിച്ച സഞ്ജു 1426 റൺസാണ് നേടിയത്. 1 സെഞ്ചുറിയും 7 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. ലേലത്തിൽ ഇത്രയും ഉയർന്ന തുക ലഭിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഞ്ജുവിന്റെ പ്രതികരണം. രാജസ്ഥാനിൽ തിരിച്ചെത്തുമ്പോൾ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. പരിശീലനം ദ്രാവിഡിന്റെ കീഴിൽ അല്ലാത്തത് നിരാശയുണ്ടെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. കൂടുതൽ താരങ്ങൾ IPL-ൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും താരം പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വൺ ഇന്ത്യ മലയാളം.